സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണയായിട്ട് പ്രതിരോധ വാർത്തകളിൽ സംസാരിക്കാറുള്ളത് മിസൈലുകളെക്കുറിച്ചോ യുദ്ധവിമാനങ്ങളെക്കുറിച്ചോ അതിർത്തികളിലെ സുരക്ഷയെക്കുറിച്ചോ ഒക്കെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇവയെക്കാളെല്ലാം ആഴത്തിലുള്ള ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള മറ്റൊരു തരം മത്സരത്തെക്കുറിച്ചാണ്. അതാണ് നറേറ്റീവ് വാർ, അല്ലെങ്കിൽ ആശയങ്ങളുടെയും സാംസ്കാരിക വ്യാഖ്യാനങ്ങളുടെയും യുദ്ധം. സമീപകാലത്തെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് അഥവാ LUMS സംസ്കൃതം ഒരു കോഴ്സായിട്ട് പഠിപ്പിച്ച് തുടങ്ങിയാണ്. ഭാവിയിൽ മഹാഭാരതവും ഭഗവത്ഗീതയും ഉൾപ്പെടെയുള്ള പുരാതന ഗ്രന്ഥങ്ങൾ അക്കാഡമിക് പഠനത്തിൻ്റെ ഭാഗമാക്കാനുള്ള ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ചില പ്രധാന ചോദ്യങ്ങൾ ഉയരുന്നു. ഇത് കേവലം ഒരു മികച്ച അക്കാഡമിക് വികാസം മാത്രമാണോ, അതോ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സാംസ്കാരിക സ്വാധീനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പുതിയ തന്ത്രപരമായ നീക്കമാണോ? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഭൗമരാഷ്ട്രീയ വശങ്ങൾ എന്തൊക്കെയാണ്? സുഹൃത്തുക്കളെ, നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വീഡിയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയല്ല, മറിച്ച് ആഗോളതലത്തിൽ നടക്കുന്ന സാംസ്കാരിക വ്യാഖ്യാനങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളെയും കുറിച്ച് വസ്തുതാപരമായ ഒരു ജാഗ്രത പുലർത്താൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എന്താണ് നിലവിലെ വസ്തുത? ആദ്യം നമുക്ക് മുന്നിലുള്ള സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. LUMS ഗുർമാനി സെൻറ്റർ ഫോർ ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 2025 ഫോൾ സെമസ്റ്റർ മുതൽ സംസ്കൃത ഭാഷാ കോഴ്സുകൾ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ ഭഗവത്ഗീത, മഹാഭാരതം എന്നിവയും പഠന വിഷയമാക്കാനായിട്ട് പദ്ധതിയുണ്ട് എന്നാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു പോസിറ്റീവ് നീക്കമാണ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഭാഷകളിൽ ഒന്നായിട്ടുള്ള സംസ്കൃതം ആർക്കും പഠിക്കാം, അതിൽ തെറ്റില്ല. എന്നാൽ ഭൗമരാഷ്ട്രീയത്തിൽ നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ? എന്തുകൊണ്ട് പാകിസ്ഥാൻ? കഴിഞ്ഞ 75 വർഷമായിട്ട് പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ചരിത്ര നിർമ്മിതികൾ പരിശോധിച്ചാൽ അവർ തങ്ങളുടെ ഇസ്ലാമിക് ഐഡൻറ്റിറ്റിക്കും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ അധിനിവേശ ചരിത്രത്തിനുമാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതിനു മുമ്പുള്ള പുരാതന പൈതൃകങ്ങളെ അവർ ബോധപൂർവം അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് പാണിനിയും തക്ഷശിലയും സംസ്കൃതവുമെല്ലാം തങ്ങളുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണെന്ന് അവർ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഇന്നത്തെ പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പുരാതന ഭാരതീയ നാഗരികതയുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. മോഹൻജോദാരോ, ഹാരപ്പ, തക്ഷശില, ഗാന്ധാര, സംസ്കൃത വ്യാകരണ പണ്ഡിതനായ പാണിനിയുടെ ജന്മദേശം ഇതെല്ലാം ഈ ഭൂമിശാസ്ത്ര പരിധിയിലാണ് വരുന്നത്. എന്നാൽ പ്രത്യയശാസ്ത്രപരമായിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് അവരുടെ വലിയ വൈരുദ്ധ്യം. ഈ പുരാതന പൈതൃകത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചാൽ അവർക്ക് സ്വന്തം ഭൂമിയുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം നഷ്ടപ്പെടും. എന്നാൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിച്ചാൽ ഇന്ത്യയുമായിട്ടുള്ള സാംസ്കാരിക തുടർച്ച സമ്മതിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് ഇപ്പോൾ അവർ സ്വീകരിക്കുന്ന തന്ത്രം ഒരു സോഫ്റ്റ് അപ്രോപ്രിയേഷനാണ്. അതായത് പുരാതന പൈതൃകത്തെയും സംസ്കൃതത്തെയും തങ്ങളുടേതായിട്ട് അംഗീകരിക്കുക, എന്നാൽ അതിൻ്റെ സാംസ്കാരികമായ ഹൈന്ദവ അടിത്തറയെ കഴിയുന്നത്ര ലഘൂകരിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുക. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കാനുള്ള വളരെ സൂക്ഷ്മമായ ഒരു നെറേറ്റീവ് സ്ട്രാറ്റജിയാണ്. ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടിയിൽ കർശനമായ നിലപാടുകളിലേക്ക് നീങ്ങുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു മാനുഷിക സാംസ്കാരിക മുഖം സൃഷ്ടിക്കാനായിട്ട് പാകിസ്ഥാൻ ഈ ഇൻഡസ് സിവിലൈസേഷൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും വലിയൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു സിവിലൈസേഷണൽ സ്റ്റേറ്റ് അഥവാ സാംസ്കാരിക രാഷ്ട്രമായിട്ട് ഉയരുകയാണ്. യോഗ, ആയുർവേദം, ഭഗവത്ഗീതയിലെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ, സംസ്കൃതത്തിൻ്റെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക് സാധ്യതകൾ, ഇതെല്ലാം ഇന്ന് ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ് പവറായിട്ട് മാറിക്കഴിഞ്ഞു. പാശ്ചാത്യ അക്കാഡമിക ലോകവും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെയാണ് പുതിയ മത്സരം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സാംസ്കാരിക ഗ്രന്ഥങ്ങളുടെ ആഗോള വ്യാഖ്യാന അവകാശമാർക്കാണ്? ഇന്ത്യ തന്നെയാണോ സ്വന്തം ഗ്രന്ഥങ്ങളെ ലോകത്തിന് വിശദീകരിക്കുക, അതോ പുറത്തു നിന്നുള്ള ഗ്രൂപ്പുകൾ ഈ ഭാഷയും ഗ്രന്ഥങ്ങളും പഠിച്ച് അവയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുനർവ്യാഖ്യാനം ചെയ്യുമോ എന്നതാണ് ജിയോ പൊളിറ്റിക്കൽ തലം. യഥാർത്ഥ വെല്ലുവിളി ഭൗതികമായിട്ട് ഗ്രന്ഥങ്ങൾ തിരുത്തുന്നതല്ല, മറിച്ച് വ്യാഖ്യാനങ്ങൾ കൈക്കലാക്കുക എന്നതാണ്.
ഉദാഹരണത്തിന് പ്രമുഖ മതപ്രഭാഷകനായ സക്കീർ നായിക്കിൻ്റെ ഔദ്യോഗിക ട്രാൻസ്ക്രിപ്റ്റുകൾ പരിശോധിച്ചാൽ കാണാം, അദ്ദേഹം ഭവിഷ്യപുരാണം, വേദങ്ങൾ എന്നിവയിലെ ചില പ്രത്യേക വാക്കുകൾ, ഉദാഹരണത്തിന് നരാശംസ, എടുത്ത് അത് മറ്റ് മതപ്രവാചകരെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണെന്ന് വാദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള താരതമ്യ മതപഠന രീതികൾ പലപ്പോഴും സാധാരണക്കാരിൽ, പ്രത്യേകിച്ച് സ്വന്തം സംസ്കാരത്തെയും ഗ്രന്ഥങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള അറിവില്ലാത്ത യുവാക്കളിൽ വലിയ ധാരണാപിശകുകളും സ്വയം ഭ്രമങ്ങളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. ഇവിടെയാണ് സംസ്കൃത ഭാഷാ പരിജ്ഞാനം ഒരു സ്ട്രാറ്റജിക് ടൂളായിട്ട് മാറുന്നത്. ശരിയായ വ്യാഖ്യാനം നൽകാനും ഇതേ ഭാഷ ഉപയോഗിക്കാം, തെറ്റായ രീതിയിൽ ആളുകളെ സ്വാധീനിക്കാനും ഇത് ഉപയോഗിക്കാം. ചരിത്രം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള സാംസ്കാരികമായ സ്വാംശീകരണം അഥവാ ഇൻകൾച്ചറേഷൻ പുതിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കാം. 17-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ വന്ന റോബോട്ടോ ഡി നൊബീലി എന്ന ജെസ്യൂട്ട് മിഷണറി ബ്രാഹ്മണ പണ്ഡിതൻ്റെ വേഷം ധരിക്കുകയും സംസ്കൃതവും തമിഴും പഠിച്ച് പ്രാദേശിക ആചാരങ്ങളിലൂടെ തൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോമസ് സ്റ്റീഫൻസ് എഴുതിയ ക്രിസ്തുപുരാണം മറാഠി കൊങ്കണി പുരാണ സാഹിത്യ ശൈലിയിലാണ് ബൈബിൾ കഥ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് കാണിക്കുന്നത് പല വലിയ ആശയപ്രചരണ പ്രസ്ഥാനങ്ങളും നേരിട്ട് എതിർക്കുന്നതിന് പകരം പ്രാദേശിക ഭാഷയും ചിഹ്നങ്ങളും തത്വചിന്താപരമായ പദാവലികളും പഠിച്ച് അതിലൂടെ തങ്ങളുടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നേടാൻ ശ്രമിക്കാറുണ്ട് എന്നാണ്. പാകിസ്ഥാൻ്റെ നിലവിലെ സംസ്കൃത പഠന നീക്കങ്ങളെയും ഈ വലിയ ചരിത്രപരമായ പാറ്റേണിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താനായിട്ട്. സാംസ്കാരികമായ വശങ്ങൾക്കൊപ്പം തന്നെ ഇന്ത്യയിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത ചില സംഭവങ്ങളും നമ്മൾ കാണണം. മീററ്റിലെ ഒരു ക്ഷേത്രത്തിൽ വ്യാജ ഐഡൻറ്റിറ്റിയിൽ സന്യാസി വേഷത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തതായും അതിൻ്റെ പിന്നിലെ കൃത്യമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായിട്ടും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയുള്ള അനേകം സംഭവങ്ങൾ ഉത്തരേന്ത്യയിലും മറ്റുള്ള പല ക്ഷേത്രങ്ങളുടെയും ചുറ്റുപാടുകളിൽ നിന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ സംസ്കൃതം പഠിച്ച് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും മഹാഭാരതവും എല്ലാം പഠിപ്പിച്ച് സന്യാസ വേഷം കിട്ടി ഇന്ത്യയിലെ പല ഭാഗത്തേക്ക് ഈ പാകിസ്ഥാനികളെ ചാരന്മാരായിട്ട് അയക്കാനുള്ള പദ്ധതിയും അവർക്കുണ്ടോ എന്ന് നമ്മൾ ബലമായിട്ട് സംശയിക്കണം. അതുപോലെ തന്നെ നിർബന്ധിതവും നിയമവിരുദ്ധമായ മതപരിവർത്തന നെറ്റ്വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉമർ ഗൗതം, മൗലാന കലീം സിദ്ദിഖി എന്നിവരടങ്ങിയ കേസിൽ കോടതികൾ ശിക്ഷാവിധികൾ പുറപ്പെടുവിച്ചതും ഇതിലെ വിദേശ ഫണ്ടിങ് സ്രോതസ്സുകളെക്കുറിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചതും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തികച്ചും നിയമപരവും ശാസ്ത്രീയവുമായിരിക്കണം. സംശയകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമം കയ്യിലെടുക്കാതെ ആധാർ വെരിഫിക്കേഷൻ, CCTV സംവിധാനങ്ങൾ, ക്ഷേത്ര ജീവനക്കാരുടെ കൃത്യമായ രജിസ്ട്രി, പോലീസ് വെരിഫിക്കേഷൻ തുടങ്ങിയ ആധുനിക സുരക്ഷാ മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സാങ്കേതിക വെല്ലുവിളിയെക്കുറിച്ച് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിമുലേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാനിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഉള്ള സാംസ്കാരിക പഠന കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തോതിൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള സംസ്കൃത ശ്ലോകങ്ങളോ കൃത്രിമമായിട്ട് നിർമ്മിച്ച കയ്യെഴുത്ത് പ്രതികളുടെ ഡിജിറ്റൽ ചിത്രങ്ങളോ അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയ വ്യാഖ്യാന വീഡിയോകളോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടേക്കാം. ഒരു സാധാരണക്കാരന് ഇത്തരം കൃത്രിമ ശ്ലോകങ്ങളിലെ തെറ്റുകൾ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കും. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് മികച്ച ഡിജിറ്റൽ സാങ്കേതികവിദ്യയും യഥാർത്ഥ സംസ്കൃത പണ്ഡിതന്മാരുടെ വലിയൊരു നിരയും ആവശ്യമായിട്ട് വന്നേക്കാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ വൈകാരികമല്ല, മറിച്ച് വ്യവസ്ഥാപിതവും ബൗദ്ധികവുമായിരിക്കണം. സംസ്കൃത പഠനം കേവലം പരമ്പരാഗത കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സ്കൂളുകളിലും സർവകലാശാലകളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ആപ്പുകളിലും വലിയ തോതിൽ ലഭ്യമാക്കണം. നമ്മളുടെ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത എന്നിവയുടെ ശരിയായ സംസ്കൃത രൂപവും വാക്കുകളുടെ കൃത്യമായ അർത്ഥവും ആധികാരികമായ വിവർത്തനങ്ങളും ഡിജിറ്റൽ ലോകത്ത് സൗജന്യമായും എളുപ്പത്തിലും എല്ലാവർക്കും ലഭ്യമാക്കണം. നമ്മുടെ കുട്ടികൾ കോഡിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പഠിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും അടിസ്ഥാനപരമായ അറിവ് നേടണം. എങ്കിൽ മാത്രമേ പുറത്തു നിന്നുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളിൽ അവർ വീണു പോകാതിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും സംസ്കൃത പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ, പുരാവസ്തു ഗവേഷകർ എന്നിവരെ വളർത്തിയെടുക്കാനും വലിയ പ്രാധാന്യം നൽകണം. സുഹൃത്തുക്കളെ, ഭാരതീയ സംസ്കാരം 10,000-കണക്കിന് വർഷങ്ങൾ ശക്തമായിട്ട് നിലനിന്നത് കേവലം ആയുധബലം കൊണ്ട് മാത്രമല്ല, മറിച്ച് അറിവ് കൊണ്ടും ശക്തമായ ഗ്രന്ഥശേഖരങ്ങൾ കൊണ്ടും തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട ഓർമ്മകൾ കൊണ്ടുമാണ്.
ആ ഓർമ്മകളെയും വ്യാഖ്യാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രധാനമാണ്. പാകിസ്ഥാൻ സംസ്കൃതം പഠിക്കുന്നു എന്ന വാർത്തയെ നമ്മൾ ഭയത്തോടെ അല്ല കാണേണ്ടത്, മറിച്ച് അതൊരു വേക്കപ്പ് കോളായിട്ട് സ്വീകരിക്കണം. നമ്മൾ നമ്മുടെ പൈതൃകത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും വരും തലമുറയ്ക്ക് പകർന്നു നൽകാനും തയ്യാറാകണം. കാരണം ഒരു നാഗരികത ദുർബലപ്പെടുന്നത് ശത്രുക്കൾ ആക്രമിക്കുമ്പോഴല്ല, മറിച്ച് സ്വന്തം ജനത തങ്ങളുടെ പൈതൃകം മറക്കുമ്പോഴാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ വസ്തുതാപരമായ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമൻറ്റ് ചെയ്യുക. ജിയോ പൊളിറ്റിക്കൽ വിശകലനങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.